എത്രയായി? 70. വെച്ചോ. എന്താ ഇന്ദ്ര, നിനക്ക് എന്നോടുള്ള കലിപ്പൊക്കെ തീർന്നോ? അതോ ഇനി യുദ്ധം തറവാട്ടിൽ വെച്ച് ആവാന്നും പറഞ്ഞ് നിന്റെ അനിയനും അളിയനും കൂടി നിർബന്ധിച്ചു വരുത്തിയതാണോ നിന്നെ? അല്ല, അമ്മയുള്ള വീട്ടിലേക്ക് ഇനി തിരിച്ചു വരില്ലെന്നും പറഞ്ഞിട്ടായിരുന്നല്ലോ നീ ഇവിടുന്ന് പോയത്. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നില്ലേ, അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ, ഞാൻ അങ്ങ് തിരിച്ചു പോയിക്കോളാം. അയ്യോ, നിനക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് ഒഴിഞ്ഞു തരാം. എന്നാലും നീ ഇനി ഇവിടുന്ന് പോണെന്ന് ഞാൻ പറയില്ല ഇന്ദ്ര. കാരണം ഈ വീട് നിലനിൽക്കണമെങ്കിൽ നീ ഇവിടെ വേണം. നിന്റെ അളിയനെയും അനിയനെയും ഒന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല. അവനുണ്ടല്ലോ ആ ശ്യാം, അവൻ ഇവിടുന്ന് മുങ്ങാനുള്ള പരിപാടിയാ. പണ്ടേ അതാണല്ലോ അവന്റെ രീതി. ഇപ്പൊ മുങ്ങിയ അവന് വേണ്ടി സച്ചിസാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 15 ലക്ഷത്തിന് നീയും ഞാനും സമാധാനം പറയേണ്ടി വരും. ആ, അത് മാത്രമല്ല, നിന്റെ അനിയത്തിയുടെയും കുഞ്ഞിന്റെ ഉത്തരവാദിത്വം കൂടി നിന്റെ തലയിലാവും. അമ്മ ഒന്നും മിണ്ടാതിരിക്കോ? ശ്യാമേട്ടൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ എല്ലാ ബാധ്യതയും തീർത്തിട്ടേ പോവും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ കുഞ്ഞിന്റെ ഉത്തരവാദിത്വമൊന്നും ഇവിടെ ആരും ഏറ്റെടുക്കേണ്ടി വരില്ല. എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി സ്വന്തം നില ജീവിക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ടെന്ന് ഒരിക്കൽ ഞാൻ തെളിയിച്ചതാണെന്ന് അമ്മയ്ക്ക് അറിയാലോ. നീ മെന്റൽ ഹോസ്പിറ്റലിൽ കുറച്ചുനാൾ ജോലി ചെയ്ത കാര്യമല്ലേ പറയുന്നത്? എടി, അന്നും നീ തനിച്ചായിരുന്നില്ല, നിന്റെ കൂടെയേ ഈ ഞാനും ഉണ്ടായിരുന്നു. ശ്യാമ മോളെ ഞാൻ നോക്കിയില്ലായിരുന്നെങ്കിൽ നീ എങ്ങനെ ജോലിക്ക് പോവായിരുന്നടി? ഏട്ടൻ പോയി റെസ്റ്റ് എടുക്ക്, ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം. ബാ. ആ, ചെല്ല്. ഇന്ന് നീ നന്നായിട്ട് വിശ്രമിക്കേ. പക്ഷേ നാളെ ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം ഇന്ദ്ര. ഉണ്ടാക്കണം. എല്ലാ കാര്യങ്ങൾക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അമ്മ ദയവ് ഇത് ശ്യാമേട്ടനോടൊന്നും പറയാൻ നിൽക്കല്ലേ. ഞാൻ ഒരുവിധം പിടിച്ചു വെച്ചിരിക്കുക. എന്നെ വിമർശിക്കാൻ വരരുന്നു കൂടി നീ അവനോടൊന്ന് പറഞ്ഞേക്കേ. ദേ, മര്യാദയ്ക്ക് നിന്നാ നിനക്കും അവനും ഇവിടെ പഴിച്ചു പോവാ. ഇല്ലെങ്കി നിന്റെ അമ്മയെ നിനക്ക് നന്നായിട്ട് അറിയാലോ. മോളെ അനുമോളെ. അച്ഛനെന്താ താമസിച്ചത്? വരൂന്ന് പറഞ്ഞപ്പോ ഊണ് കഴിക്കുന്ന സമയത്തെങ്കിലും എത്തൂന്നാ ഞാൻ വിചാരിച്ചത്. 1-2 കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. ശബരിയുടെ വീട്ടിൽ പോയി രാമനാഥനെ ഒന്ന് കണ്ടു. ആണോ? അവിടെ ദയമോനും സുഖാരിക്കുന്നില്ലേ അച്ഛാ? അവരാരും അവിടെ ഉണ്ടായിരുന്നില്ല. ശബരിയുടെ അമ്മയുടെ വകയിൽ ആരുടെ ഒരു കല്യാണം. എല്ലാരും കൂടി അങ്ങോട്ട് പോയി. രാമനാഥൻ പിന്നെ ഇപ്പൊ എങ്ങോട്ടും അധികം പോവാറില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് പോയി കാണുമെന്ന് വിചാരിച്ചത്. അച്ഛാ, രഘുവേട്ടനും അമ്പലച്ചേച്ചി വന്നിട്ടുണ്ട്. വണ്ടി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അവർക്ക് രണ്ടുപേർക്കും ഇന്ന് ഗാർമെന്റ്സിലേക്കൊന്നും പോണ്ടേ? ആഹാ, ലക്ഷ്മണെ കൊണ്ടുവന്നില്ലേ? അവള് മുറിയിലുണ്ടച്ച, വിച്ചുമോന്റെ കൂടെ കളിക്കുക. അനു, കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവാ. വല്ലാത്ത ദാഹം. ശരി അച്ഛാ.
അല്ല അമ്മ അമ്മ വിളിച്ചപ്പോൾ ഞാൻ കുളിക്കായിരുന്നു. അതാ എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. കോള് കണ്ട ഉടനെ തിരിച്ചു വിളിച്ചെങ്കിലും അമ്മാവൻ എടുത്തില്ല. ആ ഞാനത് വിട്ടുപോയി. ഏതോ ഒരു അത്യാവശ്യത്തിന് പഴയതുപോലെ ഞാൻ വിളിച്ചതാ. അമ്മാവൻ എന്തിനാ വിളിച്ചതെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ. ഞാൻ പിന്നീട് പലതവണ വിളിച്ചിട്ടും അമ്മാവന് കോൾ എടുക്കാൻ തോന്നിയില്ലല്ലോ. ഞാൻ അത്രയ്ക്ക് അന്യനായി പോയി അമ്മാവന്. അനുവിനൊരു അപകടം ഉണ്ടാവും പോകുന്നെന്നറിഞ്ഞ ഞങ്ങൾ ഓടി വരാതിരിക്കും അച്ഛ. ആദിലിന്റെ കാര്യത്തിൽ അച്ഛന് എന്നോടും രഘുവേട്ടനോടും ഉള്ള ദേഷ്യം എന്റെ അനിയത്തിമാരുടെ കാര്യത്തിലും അച്ഛൻ ഞങ്ങളോട് കാണിക്കരുത്. നിന്റെ അനിയത്തിമാരെന്ന് പറഞ്ഞാൽ എന്റെ മക്കള് തന്നെയല്ലേ അമ്പിളി. അവരുടെ ആരുടെയും കാര്യത്തില് ആരോടും ഞാൻ ഒരു ദേഷ്യവും കാണിക്കാറുമില്ല. ആ പിന്നെ ആ ആദിലിന്റെ കാര്യം, ആ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് എന്റെ നിലപാട്. അതിലൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അച്ഛാ വെള്ളം മുളത് മുറിയിലേക്ക് കൊണ്ടുവച്ചേക്ക്. ഗുളിക എവിടെ ഇരിക്കുന്നത്? ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും അച്ഛന് ഞങ്ങളെക്കാൾ വിശ്വാസം ആദിലിനെ തന്നെയാണല്ലേ? അമ്മാവന് ഞങ്ങളെ സംശയം ഉണ്ടെങ്കിൽ ദാസങ്ങളോട് ഞങ്ങളെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്ക്. ഇനിയിപ്പോ ആ ആദിലിന്റെ സ്വർണ്ണം ഉപയോഗിച്ചാണോ ഞങ്ങൾ ഈ ഗാർമെന്റ്സ് തുടങ്ങിയെന്ന് ദാസങ്ങൾ പറയട്ടെ. അതെങ്ങനെ ദാസ് പറയും? ഗാർമെന്റ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോലും ദാസിന്റെ പേര് തന്നെയല്ലേ? അതൊക്കെ സ്വർണ്ണക്കടത്തുകാർ പോലും അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ് രഘു. അതുകൊണ്ടൊക്കെ തന്നെയാ നിന്നെ അവര് വെറുതെ വിട്ടതും. ഇപ്പോ ഞാനും നിങ്ങൾ സ്വർണം എടുത്തിട്ടില്ലെന്ന് തന്നെ വിശ്വസിക്കാം. തെളിവില്ലെങ്കിൽ പിന്നെ ഒരു കുറ്റവും കുറ്റമല്ല. പക്ഷെ അവനവന്റെ മനസാക്ഷി കോടതിയിൽ എന്നും അതിന്റെ വിചാരണ നടന്നുകൊണ്ടേയിരിക്കും. ഒടുവിൽ ദൈവത്തിന്റെ കോടതി അതിനുള്ള ശിക്ഷയും വിധിക്കും. എനിക്കിനി ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ആ സ്വർണം എടുത്തിട്ടില്ലെന്ന് ആദിലിനെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവനത് വിശ്വസിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളെ വിശ്വസിക്കാം. വിടംബ്ലേ, എനിക്ക് അമ്മയോട് സംസാരിക്കണം. ഇപ്പൊ വേണ്ട രഘുവേട്ട, അച്ഛൻ ഗുളികയൊക്കെ കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യട്ടെ. അതെ രഘുവേട്ട, ഒരു തീരുമാനം എടുക്കാതെ രഘുവേട്ടൻ അച്ഛനോട് പോയി എന്ത് സംസാരിക്കാനാ? രഘുവേട്ടൻ പോയി ഒന്ന് റെസ്റ്റ് ചെയ്യേ. വേണ്ട, നമുക്ക് പോവാം പ്ലേ. മോള് വേണമെങ്കിൽ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ദാസങ്ങളുടെ വീട്ടിലേക്കൊന്ന് പോവാം. നീ വേഗം ഇറങ്ങ, ഞാൻ വണ്ടിയിരിക്കാം. ചേച്ചി